ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC എക്സാമിനോടനുബന്ധിച്ചുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളുടെ പാർട്ട് 3 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 2 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ പുതിയ നോട്ടുകളെക്കുറിച്ച് വരുന്ന പരീക്ഷയിൽ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ്. 2018 ജനുവരി 6-നാണ് പുതിയ 10 രൂപ നോട്ട് പ്രാബല്യത്തിൽ വന്നത്. ഈ പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൺ ടെമ്പിളാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അടുത്തത് പുതിയ 50 രൂപ നോട്ടാണ്. ഇതിൻ്റെ നിറം ഫ്ലൂറസൻ്റ് ബ്ലൂ ആണ്. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഹംപിയാണ്. പുതിയ 50 രൂപ നോട്ടിൻ്റെ നിറം ഫ്ലൂറസൻ്റ് ബ്ലൂവും 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഹംപിയുമാണ്. ഹംപി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. പുതിയ 100 രൂപ നോട്ട് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയതാണ്. അതിൻ്റെ നിറം ലാവൻഡർ നിറമാണ്. 100 രൂപ നോട്ടിൻ്റെ നിറം ലാവൻഡറാണ്. 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റാണി കി വാവാണ്. ഗുജറാത്തിലുള്ള ഒരു പുരാതന കിണറായ റാണി കി വാവാണ് 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. അടുത്തതായി 200 രൂപ നോട്ടാണ്. അതിൻ്റെ നിറം ബ്രൈറ്റ് യെല്ലോയാണ്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ്. 200 രൂപ നോട്ടിൻ്റെ നിറം ബ്രൈറ്റ് യെല്ലോയാണ്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ്. പുതിയ 500 രൂപ നോട്ടിൻ്റെ നിറം സ്റ്റോൺ ഗ്രേ ആണ്. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. ചെങ്കോട്ടയാണ് 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. 500 രൂപ നോട്ടിൻ്റെ നിറം സ്റ്റോൺ ഗ്രേ. പുതിയ 2000 രൂപ നോട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഏറ്റവും വലിയ നോട്ടാണ് പുതിയ 2000 രൂപ നോട്ട്. ഇതിൻ്റെ നിറം മജന്തയാണ്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗൾയാനാണ്. പുതിയ 2000 രൂപ നോട്ടിൻ്റെ നിറം മജന്തയാണ്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗൾയാനാണ്. PSLV C-25 റോക്കറ്റിൽ 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. PSLV C-25 എന്ന റോക്കറ്റിൽ 2013 നവംബർ 5-നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ഡേറ്റ് ചോദിച്ചാൽ 2014 സെപ്റ്റംബർ 24-ആണ്. മംഗൾയാൻ ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് 2014 സെപ്റ്റംബർ 24. അടുത്ത ചോദ്യം ഈ അടുത്ത കാലത്തെ PSC പരീക്ഷകളിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു ചോദ്യമാണ്. GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1-നാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1-ന്. GSTയുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. GST ബില്ല് രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. GST ബില്ല് ലോക്സഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. GST ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. അപ്പോൾ GST ബില്ല് രാജ്യസഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 3, ലോക്സഭ പാസാക്കിയത് 2016 ഓഗസ്റ്റ് 8. GST ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12-നാണ്.
വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഏപ്രിൽ 1 ഇന്ത്യയിൽ വാല്യൂ ആഡഡ് ടാക്സ് മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് 2005 ഏപ്രിൽ 1 GST നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. 1954 ഫ്രാൻസിൽ GST നിലവിൽ വന്നത്. ഇതുപോലെ തന്നെ വാറ്റ് പ്രാബല്യത്തിൽ വന്ന ആദ്യ രാജ്യവും ഫ്രാൻസ് തന്നെയാണ്. 1954 തന്നെയാണ് ഫ്രാൻസിൽ വാറ്റ് നിലവിൽ വന്നത്. വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം അഥവാ ഡിമോണിറ്റൈസേഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നാണെന്ന്. 2016 നവംബർ 9 നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ ഇദ്ദേഹം നോട്ട് നിരോധനം പ്രഖ്യാപനം നടത്തിയത് 2016 നവംബർ 8 500 രൂപ 1000 രൂപ നോട്ടുകളായിരുന്നു നിരോധനത്തിൽ ഉണ്ടായിരുന്നത്. ഈ നോട്ട് നിരോധനത്തിന് കാരണക്കാരനായ ആ സാമ്പത്തിക വിദഗ്ധൻ അനിൽ ബോഗിൽ എന്ന സാമ്പത്തിക വിദഗ്ധൻ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ പേര് അർദ്ധക്രാന്തി സൻസ്ഥാൻ എന്നാണ്. ഇന്ത്യയിൽ ആകെ 3 തവണയാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത്. 1946, 1978, 2016. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഗുജറാത്തിലെ അഗോദരയാണ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഗുജറാത്തിലെ അഗോദരയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇബ്രാഹിംപൂറാണ്. തെലങ്കാനയിലെ ഇബ്രാഹിംപൂറാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം. പുതിയ കറൻസി നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി സ്വച്ഛ് ഭാരത് അഭിയാനാണ്. പുതിയ കറൻസി നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി സ്വച്ഛ് ഭാരത് അഭിയാൻ. പരീക്ഷകളിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പാകെയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. എന്നാൽ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ മുമ്പാകെയാണ്. ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെയാണ്. മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്. മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി, സംസ്ഥാന മന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്. ഇതുപോലെ തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് രാജി സമർപ്പിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് തിരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിക്കുമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാർ എന്നിവരും രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഗവർണർമാർ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഗവർണർമാർ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്,
ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവർ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ജഡ്ജിമാരും രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ലോക്സഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറിനും ഡെപ്യൂട്ടി സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്കും ആണ്. ഇതുപോലെ തന്നെ കേരള നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കും കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് കേരള നിയമസഭാ സ്പീക്കർക്കുമാണ്. കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.